തീജ്വാലയിൽ നിന്നൊരു കുരിശ് പൊന്തി നിൽക്കുകയാണ്. തീജ്വാലയിൽ നട്ടുവച്ചിരിക്കുന്ന ഒരു കുരിശിനെ കാണുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അതെന്തിന്റെ പ്രതീകമാണ്? മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹത്താൽ കത്തിയെരിയുന്ന അവസ്ഥയുടെ പ്രതീകമാണ്. ഈശോയുടെ ഹൃദയം നമ്മളോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുകയാണ്. അതാണ് ആ തീ. ഈശോയുടെ തിരുഹൃദയത്തിൽ തീ കാണുകയാണ്. നമുക്ക് തീ കണ്ടാലും കൊള്ളാം, വെള്ളം കണ്ടാലും കൊള്ളാം, നമ്മളൊന്നും ബാധിക്കുന്നില്ല. ഈ തീ എന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹത്തിൽ, അടങ്ങാത്ത സ്നേഹത്താൽ കത്തിയെരിയുന്ന ഒരു ഹൃദയത്തിന്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ആ തീയിൽ നട്ടുവെച്ചിരിക്കുന്ന, കുത്തി നിർത്തിയിരിക്കുന്ന കുരിശോ, അത് സ്നേഹത്തിനായി സഹിച്ച കുരിശാണ്. പാപത്താൽ മരിച്ച മനുഷ്യന് ജീവൻ നൽകാൻ വേണ്ടി ഈശോയുടെ കുരിശ് കാണുമ്പോഴൊക്കെ നമ്മൾ ഇത് ഓർക്കണം. ഞാൻ പാപത്താൽ മരിച്ച ഒരു മനുഷ്യനാണ്. പാപത്തിൽ മരിച്ച മനുഷ്യനായ എനിക്ക് ജീവൻ തരാൻ വേണ്ടി ഈശോ സ്വയം തന്റെ ജീവൻ ഹോമിക്കുകയാണ്. അതാണ് കുരിശ്. അപരന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യമാണ് കുരിശ്. അപരന് നന്മയുണ്ടാകണം, ഞാൻ മരിച്ചോളാം. അപരൻ ജീവിക്കണം, ഞാൻ മരിച്ചുകൊള്ളാം എന്നാണ് ഓരോ കുരിശും നമ്മോട് പറയുന്നത്. നമ്മൾ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കുരിശും അത് തന്നെയാണ് പറയുന്നത്. ഈശോ നമ്മളോട് പറഞ്ഞു, നീ മരിക്കണ്ട, ഞാൻ മരിച്ചോളാം. അതുകൊണ്ടാണ് ഈ കുരിശ് സ്നേഹത്തിന്റെ പ്രതീകമാകുന്നത്. നമ്മൾ അപരനോട് പറയുന്നത് എന്താണ്? നീ മരിച്ചാലും കൊള്ളാം, എനിക്കൊന്നുമില്ല. നീ മരിക്ക, നീ ചാവേ, ജീവിക്ക, എന്തെങ്കിലും. ഇനി ഞാനിപ്പോ എന്ത് വേണം?